ടു ടുട്ടൂസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആൻഡ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തൊട്ട് താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്കുമ്പോൾ നമ്മൾ ആ ഓൾ ഓപ്ഷൻസ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി അധികം ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏത്തപ്പഴമാണ് കേട്ടോ. ഈ ഏത്തപ്പഴം ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ആ ഏത്തപ്പഴത്തിൻ്റെ പഴുപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സോഫ്റ്റിൽ പഴംപൊരി പൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴുപ്പുള്ള പഴം എടുക്കത്തില്ലേ, അങ്ങനത്തെ പഴുപ്പുള്ള പഴം എടുക്കണേ. എന്നിട്ട് ഞാൻ പഴത്തിന് ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് അരിഞ്ഞിടുകയാണ്. ഈ പഴം അരിഞ്ഞിടുമ്പോൾ വലിപ്പം കൂട്ടണ്ട, പക്ഷേ ഈ ഒരു പീസിനേക്കാളും ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും പ്രശ്നമില്ല, പക്ഷെ വലിപ്പം കൂടുതലായിട്ട് അരിഞ്ഞിടരുത്. അപ്പോൾ ഞാനിവിടെ 2 പഴത്തിനെയും 4 പുളിപ്പാക്കിയിട്ടാണ് അരിഞ്ഞിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വലിപ്പത്തിൽ അങ്ങ് മുറിച്ചിടാൻ പറ്റും. ഇനി ഇതിനെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം വേണ്ടത് 3 മുട്ടയാണ് കേട്ടോ, കോഴിമുട്ട. അതിനെ ഞാനൊരു പാത്രത്തിലേക്ക് 3 കോഴിമുട്ടേനെയും പൊട്ടിച്ചിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹാൻഡ് വിസ്ക് ഉണ്ടല്ലോ, ആ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഹാൻഡ് വിസ്ക് ഇല്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നല്ലപോലെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് വെച്ചിട്ടായാലും ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആ എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് അതിനെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും കുറച്ച് മിക്സ് വേണം. പിന്നെ 2 ഏലക്കയുടെ തൊലി പൊളിച്ചിട്ട് അതിനകത്ത് ആ കുരുവില്ലേ, അതുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ വെക്കണം. ഈ പാൻ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, പഴം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. പക്ഷെ റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴത്തിന് ഉടച്ച് കളയാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് പഴത്തിൻ്റെ ആ പീസസ് അതുപോലെ കിടക്കണം, എന്നാൽ പഴം ഒന്ന് റോസ്റ്റ് ആയി കിട്ടണം. അങ്ങനത്തെ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ പഴം തീരെ ഉടച്ചും കളഞ്ഞിട്ടില്ല, എന്നാൽ റോസ്റ്റും ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പാകത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണേ. ഷുഗർ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. ആ ഷുഗർ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ആ പഴത്തിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ നേരത്തെ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ പഴത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഏലക്കായൻ്റെ ആ കുരുവും കൂടെ ഇട്ട് കൊടുത്തു. ആൻഡ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിന്ന് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ബാക്കി മാറ്റി വെക്കണേ, അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ആക്ച്വലി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. ദെൻ നമുക്ക് ഒരു പരന്ന ഫ്രൈ പാനോ അല്ലെങ്കിൽ ദോശപ്പാനോ എന്തെങ്കിലും വെച്ചിട്ട് ചൂടാക്കണം, നല്ലപോലെ ചൂടാക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനത്തെ ഒരു മോൾഡിലാണ് നമ്മൾ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ച് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു മോൾഡാണ്. അതിനകത്തേക്ക് നല്ലപോലെ നെയ്യൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് അടിക്കുന്ന മറ്റേ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ നേരത്തെ മറ്റേ ഇത് ഞാൻ ദോശപ്പാനാണ് എടുത്തേക്കുന്നത്, അതിനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു മോൾഡിൽ നമ്മൾ മിക്സ് ഒഴിച്ചിട്ട് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് സെറ്റ് ആവുന്ന വരെ നമുക്ക് തീ കൊടുക്കാം. സിമ്മിൽ കൊടുക്കണേ. അപ്പോൾ ഞാൻ മൂടി വെച്ചത് ഒന്നുകൂടെ തുറന്നു നോക്കണം കേട്ടോ. അപ്പോൾ സെറ്റായിട്ടില്ല, മേലെ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുകയാണ്. കുത്തി നോക്കുമ്പോൾ ആ നടുവിലൊന്ന് സെറ്റ് ആവാനുണ്ട്, ബാക്കിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഫ്ലെയിം കൊടുക്കുവാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എഗെയിൻ തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആ നടുവിൽ വെന്തിട്ടില്ല, കുറച്ച് ടൈമും കൂടെ ഉണ്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. പിന്നെ മൂടി വയ്ക്കുകയാണ്.
ഇപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം തുറന്നു നോക്കിട്ടോ. മൂന്നാമത്തെ പ്രാവശ്യം തുറന്നു നോക്കുമ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സ്നാക്ക് അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കഴിക്കാം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.